ഹലോ ഡിയർ ചിൽഡ്രൻ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. എക്സാം എങ്ങനെയുണ്ടായിരുന്നു? 7ാം ക്ലാസ്സിലെ ഹിന്ദി എക്സാം ഈസി ആയിരുന്നോ? ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസേഴ്സ് ഒക്കെ ഒന്ന് നോക്കാം. അതിനു മുൻപ് കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നുണ്ട്. LKG UKG ക്ലാസ്സസ് നൽകുന്നുണ്ട്. റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഇവ എഴുതാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസ് നൽകുന്നുണ്ട്. സൂമിൽ ലൈവ് ഔട്ടാണ് ക്ലാസ് വരുന്നത്. റെക്കോർഡ് ക്ലാസ്സസും അവൈലബിൾ ആണ്. ഫീ നൽകിയാണ് പഠിക്കുവാനുള്ളത്. താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799 ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഹിന്ദി എക്സാം ആണ്, 7ാം ക്ലാസ്സിന്റെ ഹിന്ദി എക്സാം. ഘട്ട് പടേ ഔർ പ്രശ്നോം കെ ഉത്തർ ലിഖേ. ഇവിടെ താഴെ നൽകിയിരിക്കുന്നത് വായിക്കുക. അതിൽ നിന്നും കുറച്ച് ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നുള്ളതാണ്. ഇവിടെ എഴുതിയിട്ടുള്ളത് നമുക്ക് ആദ്യം ഒന്ന് വായിച്ചു നോക്കാം. ഹമാരെ ആംഗൻ മേം ഖൂബ് ബഡേ പേട് ഹേ. ഞങ്ങളുടെ മുറ്റത്തിൽ നിറയെ വലിയ മരങ്ങളുണ്ട്. വഹാം ഏക് കുവാം ഹി ഹേ. അവിടെ ഒരു വലിയ കിണറും ഉണ്ട്. മേംനെ ഏക് ബില്ലി കോ തിത്തലി കെ സാത്ത് കേൽത്തേ ദേഖാ. ഒരു പൂച്ച തിത്തലി പൂമ്പാറ്റയായിട്ട് കളിക്കുന്നത് ഞാൻ കണ്ടു. അചാനക് ഉസ്നെ തിത്തലി കി ഓർ ഛലാങ് ലഗായി ഔർ കുയേം മേം ഗിർ ഗയി. എന്ത് സംഭവിച്ചു? പൂമ്പാറ്റയുമായി പൂച്ച കളിക്കുന്നതിനിടയ്ക്ക് അവൾ പൂമ്പാറ്റയുടെ നേരെ ഛലാങ് ലഗി ചാടി വീണു. ചാടി വീണപ്പോൾ എന്ത് ചെയ്തു? കുയേം മേം ഗിർ ഗയി. ആ പൂച്ച ഇവിടെ വീണു, കിണറ്റിൽ വീണു. അതാണ് ഇവിടെ പറയുന്നത്. ഇതിൽ നിന്നും കുറച്ച് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യം ആദ്യത്തെ ചോദ്യം, ആംഗൻമേൻ കിസേ തരകെ പേട് ഹേ. മുറ്റത്തിൽ എങ്ങനെയുള്ള മരങ്ങളാണ് ഉണ്ടായിരുന്നത്? ഏത് തരം മരങ്ങളാണ്? ചോട്ടേ പേട് ചെറിയ വൃക്ഷം, സൂഖേ പേട് ഉണങ്ങിയ മരം, ബഡേ പേട് വലിയ മരങ്ങൾ, ലംബേ പേട് നീളമുള്ള മരങ്ങൾ. ഏതാണ്? ബഡേ പേട്. ശരിയായ ഉത്തരം എന്താണ്? ബഡേ പേട്. വലിയ മരങ്ങളാണ് എവിടെ ഉണ്ടായിരുന്നത്? എവിടെ ഉണ്ടായിരുന്നു? ആംഗൻ, മുറ്റത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒന്നാമത്തത് ആ ആണ് ശരി ഉത്തരം, ബഡേ പേട്. രണ്ടാമത്തെ ചോദ്യം, കുവാം ഹഹാം ഹേ. കിണർ എവിടെയാണ്? കിണർ എവിടെയാ ഉണ്ടായിരുന്നേ? ആംഗൻമേ, മുറ്റത്തിലല്ലേ? മുറ്റത്തിൽ. ഓക്കെ, ആംഗൻമേ. മൂന്നാമത്തെ ചോദ്യം, കോൻ കോൻ കേൽ രഹേത്തെ. ആരൊക്കെയാ കളിച്ചേ? ബില്ലി ഔർ കുത്ത, പൂച്ചയും നായയും. തിത്തിലി ഔർ പില്ല, ബില്ലി ഔർ തിത്തിലി, തിത്തിലി ഔർ നന്നി ബില്ലി. ആരാ? ബില്ലിയും തിത്തിലിയും പൂച്ചയും ചിത്രശലഭവും കൂടിയ പൂമ്പാറ്റയും കൂടിയ കളിച്ചേ. ബില്ലിനെ അചാനക് ക്യാ കിയാ. പൂച്ച പെട്ടെന്ന് എന്താ ചെയ്തേ? ബട്ടർഫ്ലൈയുടെ നേരെ ചാടി വീണു. അതേതാണ്? തിത്തിലിക്ക് ഓൾ ചലാങ് ലഗായി. തിത്തിലിയുടെ നേരെ എന്ത് ചെയ്തു? ചാടി വീണു. ലാസ്റ്റ് ചോദ്യം, ഘട്ട് കെ ആധാർ പർ സഹി പ്രസ്താവ് ചുൻകർ ലിഖേ. ഇതിൽ ശരിയായിട്ടുള്ള ഒരു സെന്റൻസ് ഉണ്ട്, ഒരു വാക്യമുണ്ട്. അതേതെന്നാണ് ചോദിക്കുന്നത്. ബില്ലി കുയേമേ ഗിർ ഗയി. പൂച്ച കിണറ്റിൽ വീണു. തിത്തിലി കുയേമേ ഗിർ ഗയി. പൂമ്പാറ്റയും കിണറ്റിൽ വീണു. ബില്ലി ഓർ തിത്തിലി ദോനോ കുയേമേ ഗിർ ഗയി. പൂച്ചയും പൂമ്പാറ്റയും കിണറ്റിൽ വീണു. ബില്ലി ഓർ തിത്തിലി ദോനേം കുയേമേ ഗിർനെ സെ ബച്ച് ഗയി. പൂച്ചയും പൂമ്പാറ്റയും കിണറ്റിൽ നിന്ന് രക്ഷപ്പെട്ടു. ആരാ കിണറ്റിൽ വീണേ? യെസ്, പൂച്ച. ബില്ലി കുയേമേം ഗിർ ഗയി ആണ് ശരി ഉത്തരം. ഓക്കെ, ഇപ്പൊ ഒന്നാമത്തെ ആക്ടിവിറ്റി എല്ലാവരും ശരിയായിട്ട് എഴുതിയായിരുന്നോ? രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കാമോ? രണ്ടാമത്തെ ഗതിവിധി, രണ്ടാമത്തെ ആക്ടിവിറ്റി ബയാ പഹമാരി ചിടിയാറാണ്. നിങ്ങൾ പഠിച്ചിട്ടുള്ള കവിതയാണ്. കവിതാക്ക് ഈ പങ്ക്തിയാം പടേ ഔർ പ്രശ്നമൊക്കെ ഉത്തരലേക്കും. അതിൽ നിന്ന് കുറച്ച് വരികൾ ഇവിടെ നൽകിയിട്ടുണ്ട്. അത് വായിച്ചിട്ട് താഴെയുള്ള പ്രശ്നങ്ങൾക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാം. ബയാ ഹമാരി ചിടിയാ റാണി. ബയ എന്ന് പറഞ്ഞ എന്താ? തൂക്കണാങ്കുരുവി. തൂക്കണാങ്കുരുവിയാണ് കേട്ടോ. ബയാ ഹമാരി ചിടിയാ റാണി തിൻകെ ലാക്കർ മഹൽ ബനാത്തി ഊഞ്ചി ടാലോം പർ ലട്കാത്തി ഖേത്തോം സേ ഫിർ ദാന ലാത്തി നദിയോം സേ ഫർ ലാത്തി പാനി. എന്താ പറയുന്നേ? ചിടിയാ റാണി എന്ന് പറഞ്ഞാൽ പക്ഷിരാജ്ഞി എന്നാണ് പറയുന്നത്. തൂക്കണാങ്കുരുവിയാണ് ഞങ്ങളുടെ പക്ഷിരാജ്ഞി. തിൻകെ ലാക്കർ മഹൽ ബനാത്തി. വക്യോൽ കൊണ്ടുവന്ന് എന്ത് ചെയ്യുന്നു? മഹൽ, കൊട്ടാരങ്ങൾ പണിയുന്നു. തിൻകെ വക്യോൽ കൊണ്ടുവന്ന് മഹൽ ബനാത്തി കൊട്ടാരം പണിയുന്നു. ഊഞ്ചി ടാലോംബർ ലട്കാത്തി എന്നിട്ട് ഉയർന്ന ശാഖ കൊമ്പുകളിൽ കൊന്നിയും തൂക്കിയിടും.
കേത്തോം സേ ഫിർ ദാനാ ലാത്തി, വയലുകളിൽ നിന്ന് എന്ത് കൊണ്ടുവരുന്നു? ധാന്യങ്ങൾ കൊണ്ടുവരുന്നു. നദിയോം സേ ഫർ ലാത്തി പാനി, നദികളിൽ നിന്ന് എന്ത് കൊണ്ടുവരുന്നു? വെള്ളം കൊണ്ടുവരുന്നു. ഇത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ചിടിയ റാണി ചെയ്യുന്ന കാര്യങ്ങളാണ്, നിങ്ങൾ പഠിച്ചതാണ്. ഇതിൽ നിന്ന് ഒരു ചോദ്യം, ഫസ്റ്റ് ചോദ്യം, ബയാ കോംസല ബനാക്കർ കഹാം ലഡ്കാത്തി ഹേ, തൂക്കണാങ്കുരുവി എവിടെയാണ് കൂടുണ്ടാക്കിയിടുന്നത്? എവിടെയാ? ഊഞ്ചി ടാലോംബർ, ഉയർന്ന ശാഖകളിൽ, കൊമ്പുകളിലാണ് എന്ത് ചെയ്യുന്നത്? കൂട് തൂക്കിയിടുന്നത്. അപ്പൊ ഊഞ്ചി ടാലോംബർ, അതാണ് ശരി ഉത്തരം. ഓക്കെ, അതിന്റെ നെക്സ്റ്റ് ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യം വരുന്നത് പങ്ക്തിയോം കെ ആധാർ പർ ശബ്ദോം കാ സമ്പത്ത് പഹച്ചാനേം ഔർ സഹി മിലാൻ കരേം. ഇതുമായി ബന്ധപ്പെട്ട വാക്കുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ചിടിയ റാണി എന്ന് പറഞ്ഞ പക്ഷിരാജ്ഞി, തിൻക എന്ന് പറഞ്ഞ വൈക്കോൽ, ഖേത്ത് എന്ന് പറഞ്ഞ വയൽ, നദി എന്ന് പറഞ്ഞാൽ നദി, പാനി എന്ന് പറഞ്ഞാൽ വെള്ളം, ദാന എന്ന് പറഞ്ഞ ധാന്യം, ബയ എന്ന് പറഞ്ഞ തൂക്കണാങ്കുരുവി, മഹൽ എന്ന് പറഞ്ഞാൽ കൊട്ടാരം. അപ്പൊ ചിടിയ റാണി എന്ന് പറഞ്ഞതിൽ ആരാ? ബയ. ബയ എന്ന് പറഞ്ഞാൽ ആരാ? തൂക്കണാങ്കുരുവി. അപ്പൊ ചിടിയ റാണി ആരാണ്? ബയ. തിൻക, വൈക്കോൽ കൊണ്ട് എന്താ ഉണ്ടാക്കുന്നേ? തിൻക കൊണ്ട് എന്താ ഉണ്ടാക്കുന്നേ? മഹൽ, കൊട്ടാരം. ഖേത്, വയലിൽ നിന്ന് എന്താ കൊണ്ടുവരുന്നേ? ദാന, ധാന്യം. നദിയിൽ നിന്ന് എന്താ ഉള്ളത്? നദിയിൽ നിന്ന് എന്താ കൊണ്ടുവരുന്നേ? പാനി, നദിയിൽ നിന്നും പാനി കൊണ്ടുവരുന്നു. ഓക്കെ, അപ്പൊ ഇതാണ്, ഇങ്ങനെയാണ് ശരി ഉത്തരം മാച്ച് ചെയ്യേണ്ടത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഗതിവിധി 3. ഇവിടെയും കുറച്ച് ഭാഗം നൽകിയിട്ടുണ്ട്, അത് വായിക്കുക. इसी फाक दाउड में गुड फिसला और जाक कीचड़ में थम से गिर गया. अब कीचड़ में सराबो गुड्डू भी हम्स रहा था और गुडली भी. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നേ? നമ്മുടെ ഗുഡുവും ഗുഡ്ലിയും ആണ്. ഗുഡു എന്ത് ചെയ്തേക്കണ്ടേ? വഴുതി ചെളിയിൽ വീണു. ചെളിയിൽ വീണ് അവിടെ നനഞ്ഞ ചെളിയിൽ മുങ്ങി നിന്നപ്പോ ഗുഡു എന്ത് ചെയ്തു? ചെളിയിൽ കിടന്ന് ചിരിച്ചു. ഹാസ് രഹാത്ത, ചിരിച്ചു. ഔർ ഗുഡ്ലി തീ, ഗുഡ്ലി എന്ത് ചെയ്തു? ചിരിച്ചു. അപ്പോ ചെളിയിൽ ഗുഡു വീണപ്പോൾ അവിടെ നിന്ന് ഗുഡുവും ചിരിച്ചു, ഗുഡ്ലിയും ചിരിച്ചു. അതാണ് ഇവിടെ പറയുന്നത്. കീച്ചഡ് മെയിം സരോബാർ ഗുഡുവിനെ ക്യാ കിയ, ഗുഡു എന്താ ചെയ്തേ ചെളിയില്? യെസ്, വെരി ഗുഡ്. എന്താ ചെയ്തേ? ചിരിച്ചു. ചിരിച്ചു ഏതാണ്? ഹംസ, ചിരിച്ചു. ഹംസ ചിരിച്ചു. ഓക്കെ, അടുത്ത ചോദ്യം എന്താണ് നോക്കാം. അതിലുള്ള അടുത്ത ചോദ്യം, गुड्डू फिसल कर कीचड़ में गिर गया, उस घटना पर गुडली ने डायरी लिखी, गुडली की वह डायरी लिखे. ഗുഡു എന്ത് ചെയ്തു? ചെളിയിൽ വീണു. അപ്പൊ ഇത് ഇനി ആരെഴുതി? ചെളിയിൽ വീണ കാര്യം ഗുഡ്ലി ഡയറി എഴുതി. അപ്പൊ എങ്ങനെയൊക്കെ ആയിരിക്കും ഡയറി എഴുതിയിട്ടുണ്ടാവുക? ഇവിടെ സഹായ് ബിന്ദു നൽകിയിട്ടുണ്ട്. അത് വെച്ച് ഗുഡ്ലി എഴുതിയ ഡയറിയാണ് ഇത്. ഗുഡു ചെളിയിൽ വീണതും എല്ലാം ഓർമ്മിച്ച് എല്ലാത്തിന്റെ രീതിയിൽ ഒരു എന്ത് ചെയ്യുക? ഒരു ഡയറി എഴുതുക എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഗതിവിധി 4 നോക്കാം. തും ജിയോം ഹസാരോം സാൽ, साल के दिन होम 50,000, कहानी का यह अंश पढ़ें और प्रश्नों के उत्तर लिखें. ഇവിടെ ഒരു ബർത്ത്ഡേ കാർഡാണ്. ബർത്ത്ഡേ കാർഡിൽ എഴുതിയിട്ടുള്ള സെന്റൻസുകളാണ്. നിമ്മി കാ കൽ ബർത്ത്ഡേ था, ഇന്ന് നിമ്മിയുടെ പിറന്നാളാണ്. आज सुबह से वो तोहफ्रोम को खोल खोल कर देखने में लगी है. ഇന്ന് രാവിലെ മുതൽ അവൾ എന്തിന്റെ തിരക്കിലായിരുന്നു? സമ്മാനങ്ങൾ തുറന്നു നോക്കുന്ന, സമ്മാനങ്ങൾ കാണുന്ന, കിട്ടിയ സമ്മാനങ്ങൾ കാണുന്ന തിരക്കിലായിരുന്നു. വിനോദ് അങ്കിൾ കാ ദിയ ബർത്ത്ഡേ കാർഡ് ബഹുത്ത് സുന്ദർത്ത, അതിൽ വിനോദ് അമ്മാവൻ നൽകിയ ബർത്ത്ഡേ കാർഡ് വളരെ മനോഹരമായിരുന്നു. ഉസ് പർ ഏക് കാർട്ടൂൺ ബനാത്ത ഔർ ലിഖാത്ത, അതിലൊരു കാർട്ടൂൺ ഉണ്ടായിരുന്നു, അതിൽ എഴുതിയിരുന്നു തും ജിയോ ഹസാരോം സാൽ, നിങ്ങൾ 1000കണക്കിന് വർഷങ്ങൾ ജീവിക്കട്ടെ. സാൽ കെ ദിൻ ഹോം 50,000, വർഷത്തിലെ 50,000 ദിവസങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ആശംസിച്ചിരുന്നു. ബർത്ത്ഡേ കാർഡിൽ ആശംസിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഗത്യാംശ് കെ അനുസാർ സഹി പ്രസ്താവ് ചുൻകർ ലിഖേം, ഇതിൽ നൽകിയിരിക്കുന്നതിൽ ഏതാണ് ശരിയായ വാക്യം തിരഞ്ഞെടുത്ത് എഴുതുക എന്നാണ്. ബർത്ത്ഡേ കാർഡ് മേ ചിത്ര ബനാത്ത, ബർത്ത്ഡേ കാർഡിൽ ചിത്രം വരച്ചിരുന്നു. ബർത്ത്ഡേ കാർഡ് മേ കാർട്ടൂൺ ബനാത്ത, കാർട്ടൂൺ ഉണ്ടായിരുന്നു. ബർത്ത്ഡേ കാർഡ് മേ ഫോട്ടോ ചിപ്കാത്ത, ഫോട്ടോ പതിപ്പിച്ചിരുന്നു. ബർത്ത്ഡേ കാർഡ് മേ ഫൂൾ ചിപ്കാത്ത, പൂവ് കുടുങ്ങിയിരുന്നു, പൂവ് അതിനകത്ത് ഉണ്ടായിരുന്നു എന്നാണ്. അപ്പൊ ഇതിൽ ഏതാണ് ശരി ഉത്തരം? ബർത്ത്ഡേ കാർഡിൽ പൂവാണോ ഉണ്ടായിരുന്നത്, ഫോട്ടോയാണോ, ചിത്രം വരച്ചിരുന്നത്, എന്താണ്? ബർത്ത്ഡേ കാർഡ് മീൻ കാർട്ടൂൺ ബനാത്ത, ഏതാണ്? കാർട്ടൂൺ ആണ് അതിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. നിമ്മിക്കോ
വിനോദ് അങ്കിളിനെ ബർത്ത്ഡേ കാർഡ് ദിയാത്ത. നിമ്മിക്ക് വിനോദ് അങ്കിൾ ബർത്ത്ഡേ കാർഡ് കൊടുത്തു. ആപ് ഫി നിമ്മി കെ ലിയെ ഏക് ബർത്ത്ഡേ കാർഡ് തയ്യാർ കരേം. നിങ്ങൾ എന്ത് ചെയ്യണം? നിമ്മിക്ക് കൊടുക്കാൻ വേണ്ടി ഒരു ബർത്ത്ഡേ കാർഡ് തയ്യാറാക്കാം. ഒരു ബർത്ത്ഡേ കാർഡ് തയ്യാറാക്കി അതിൽ ചിത്രം വരച്ച് അതിൽ എന്ത് ചെയ്യുക? ആശംസ എഴുതുക. അതാണ് ബർത്ത്ഡേ കാർഡ് നിർമ്മിക്കുക. എല്ലാവരും എഴുതിയല്ലോ? ഓക്കെ. ഗതിവിധി 5, അഞ്ചാമത്തെ ഗതിവിധിയിൽ പോകാം. ഇവിടെയും കുറച്ചൊരു ഭാഗം തന്നിട്ടുണ്ട്. അത് വായിച്ചിട്ട് താഴെ നൽകിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നാണ്. ഫിലിം കി കഹാനി സുന്നേ മേം തോ ബെഡി സാധാരണ ലഗ്തി ഹെ. ഫിലിമിന്റെ കഹാനി കേട്ട് കഴിഞ്ഞാൽ അത് സാധാരണ ഒരു ഫിലിം സ്റ്റോറി ഫിലിമിന്റെ കഹാനി പോലെ, കഥ പോലെ നമുക്ക് തോന്നും. पर जिस असाधारण तरीके से इसी कहानी को निर्देशक माजिद मजीदी ने पर्दे पर उतारा है वो काबिले तारीफ है. എന്താ പറയുന്നത്? നമുക്ക് കഥ കേൾക്കുമ്പോൾ സാധാരണ കഥയായിട്ട് നമുക്ക് തോന്നുന്നുവെങ്കിലും മജീദ് മജീദി എന്ന് പറഞ്ഞാൽ സംവിധായകനായിട്ടോ, നിർദ്ദേശക് എന്ന് പറഞ്ഞ സംവിധായകൻ മാജിദ് മജീദി എന്ത് ചെയ്തിരിക്കുന്നു? ഈ കഥയെ സ്ക്രീനിൽ കൊണ്ടുവന്നത് അസാധാരണമായ ഒരു രീതിയിലാണ്. ആ രീതി നമുക്ക് പ്രശംസിക്കാവുന്ന രീതിയിലാണ്. കഥ ലളിതമാണെങ്കിലും അത് ആ ഫിലിമിനെ നമ്മളെന്താണ് സ്ക്രീനിൽ കൊണ്ടുവന്നത് അസാധാരണമായ ഒരു രീതിയിലാണ്. സാധാരണ രീതിയിലുള്ള കഥ അസാധാരണമായ ഒരു രീതിയിൽ സ്ക്രീനിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അത് നമുക്ക് പ്രശംസിക്കേണ്ടതാണ് എന്നാണ് പറയുന്നത്. കഥ കാ സമാൻ അർത്ഥവാൽ ശബ്ദ ഗദ്യാംശ സേ ചുൻകർ ലിഖേം. കഥ എന്നതിനുമായി ബന്ധപ്പെട്ട ഒരു വാക്ക് ദാ ഈ ഖണ്ഡികയിലുണ്ട്. ഏതാണ്? ഫിലിം കി കഹാനിയാണ്. എന്താ? കഥയ്ക്ക് പകരമുള്ള മറ്റൊരു വാക്ക് കഹാനി എന്ന് പറഞ്ഞ എന്താ? കഥ കേൾക്കുക. കഹാനി സുന്നേമേ, കഥ കേൾക്കുന്നതില്. ഓക്കെ. അടുത്ത ചോദ്യം. ആപ്കെ സ്കൂൾ മേ ഫിലിമോത്സവ് ഹോനെ വാലെ ഹെ. താങ്കളുടെ സ്കൂളിൽ എന്താണ്? ഫിലിം ഫെസ്റ്റിവൽ നടക്കാൻ പോവാണ്. ഇസ്മേം ഇറാനി ഫിലിം ചിൽഡ്രൻ ഓഫ് ഹെവൻ കാ പ്രദർശൻ ഫി ഹെ. അവിടെ ഒരു ഇറാനിയൻ സിനിമ ചിൽഡ്രൻ ഓഫ് ഹെവൻ എന്ന ഇറാനിയൻ സിനിമയുടെ പ്രദർശനം ഉണ്ട്. ഫിലിമോത്സവ് കാ പോസ്റ്റർ തയ്യാർ കരേ. ഫിലിം ഫെസ്റ്റിവലിനായിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കുക എന്നുള്ളതായിരുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതിൽ ക്വസ്റ്റ്യൻ. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് ഗതിവിധി 6 ആണ്. ചിത്ര ദേഖേം അവർ പ്രശ്നമൊക്കെ ഉത്തർലിക്കേം. ഇവിടെ കുറച്ച് ചിത്രങ്ങളുണ്ട്. ആ ചിത്രങ്ങൾക്ക് ശരിയായ സെന്റൻസ് ഏതാണെന്ന് എഴുതുക. ഇവിടെ കുറച്ച് വാക്യങ്ങൾ നൽകിയിട്ടുണ്ട്. ബച്ചെ ബൂട്ടെ ആദ്മിക്ക് സഹായത് കർത്തേ ഹെ. എന്താണ് ഇവിടെ പറയുന്നത്? കുട്ടികൾ വൃദ്ധനെ സഹായിക്കുന്നു എന്ന് പറയാണ്. ബൂട്ട ആദ്മി സടക്കെ പാസ് ഖടാ ഹെ. വൃദ്ധൻ എവിടെ നിൽക്കുന്നു? റോഡിന് സമീപത്ത് നിൽക്കുന്നു. ബൂട്ട ആദ്മി സടക് പാർ കർണേക്ക് കോശിഷ് കർത്താ ഹെ. വൃദ്ധൻ റോഡ് മുറിച്ച് കടക്കാൻ ശ്രമിക്കുന്നു. ബൂട്ട ആദ്മി ഗിർനെ ലഗ്താ ഹെ. വൃദ്ധൻ വീഴാൻ തുടങ്ങുന്നു. ഓക്കെ. അപ്പോൾ ഇതിൽ ഏതായിരിക്കും ശരിയായ സെന്റൻസ്? ഒന്നാമത്തെ സെന്റൻസ് എന്താ? റോഡിന്റെ വശത്ത് നിൽക്കുന്നു. അതേതാ? ബൂട്ട ആദ്മി സടക്കെ പാസ് ഖടാ ഹെ. ബൂട്ട ആദ്മി സടക്കെ പാസ് ഖടാ ഹെ. ഇതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് എന്താ? രണ്ടാമത്തത് വൃദ്ധൻ റോഡ് മുറിച്ച് കടക്കാനായിട്ട് നോക്കുകയാണ്. അപ്പൊ അതേതാണ്? റോഡ് മുറിച്ച് കടക്കാൻ നോക്കുന്നത്. ബൂട്ട ആദ്മി സടക് പാർ കർണേക്ക് കോശിഷ് കർത്താ ഹെ. ഇതാണ് രണ്ടാമത് എഴുതാനുള്ളത്. മൂന്നാമത് എന്താണ്? വൃദ്ധൻ വീഴാനായിട്ട് പോവുകയാണല്ലേ. വൃദ്ധൻ വീഴാനായിട്ട് പോവാണ്. അതാണ് ബൂട്ട ആദ്മി ഗിർനെ ലഗ്താ ഹെ. ബൂട്ട ആദ്മി വൃദ്ധൻ വീഴാനായിട്ട് പോവുകയാണ്. നാലാമത്തത് എന്താണ്? സഹായിക്കുകയാണ്. അതേതാണ്? ബച്ചെ ബൂട്ടെ ആദ്മിക്ക് സഹായത് കർത്തേ ഹെ. ബച്ചെ കുട്ടികൾ എന്ത് ചെയ്യുന്നു? ബൂട്ടെ ആദ്മി വൃദ്ധനെ സഹായിക്കുന്നു. അപ്പൊ ഇതാണ് ഫസ്റ്റ് വൺ. ഇതാണ് ഫസ്റ്റ് വൺ. ഇത് സെക്കൻഡ് വൺ. ഇത് തേർഡ് വൺ. ഇത് ഫോർത്ത് വൺ. ഓക്കെ. ഇനി ലാസ്റ്റ് ഒരു ചിത്രം കൂടെയുണ്ട്. ആ ചിത്രത്തിന് ശരിയായ സെന്റൻസ് എഴുതുക എന്നാണ്. ചിത്ര ദേഖേം അവർ വാക്യ ലിഖേം. വൃദ്ധൻ എന്ത് ചെയ്യാണ്? റോഡിൽ വീഴുകയാണ്. ബൂട്ടെ ആത്മേ ഗിർനെ ലഗ്താഹെ. ബൂട്ടെ ആത്മ എന്ത് ചെയ്യുന്നു? വീഴാൻ പോകുന്നു. അപ്പൊ ഗിർ എന്ന് പറഞ്ഞാൽ വീഴുക. നമുക്ക് അതിൽ നിന്ന് തന്നെ കിട്ടും. അപ്പൊ നമുക്ക് എങ്ങനെ ഇതിനെ എഴുതാം? ബൂട്ടെ ആത്മി എങ്ങനെ എഴുതാം? ബൂഠ ആത്മി. ബൂഠ ആത്മി എന്ത് ചെയ്യുന്നു? വൃദ്ധൻ എന്ത് ചെയ്യാണ്? സടക് പർ റോഡിൽ, സടക് പർ റോഡിൽ വീഴുകയില്ലേ? അപ്പൊ ഗിർ ജാത്താ ഹെ. വീഴാൻ പോകുന്നു, വീഴുന്നു. ഗിർ ജാത്താ ഹെ. വൃദ്ധൻ എന്ത് ചെയ്യുന്നു? റോഡിൽ വീഴുന്നു. അതാണ് ഇവിടെ വരുന്നത്. ഓക്കെ. ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. അപ്പോൾ ഇതായിരുന്നു 7ാം ക്ലാസ്സിലെ ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പർ. എല്ലാവരും നല്ലതുപോലെ എക്സാം എഴുതിയല്ലോ? യെസ്.
Okay, children. Bye bye. Thank you.